ഐഡിയയിൽ നിന്നും ഒരു ഇംപ്ലിമെൻറ്റേഷനിലോട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് ഏത് കോഡ് എഴുതുമ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് അൽഗോരിതംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്, മസ്റ്റ് നമുക്ക് വേണ്ടൊരു സ്കില്ലാണ്. സോ നമ്മൾ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് എനിക്കൊരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ലൈബ്രറി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബിൽറ്റ്-ഇൻ ആയിട്ടുള്ള ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അത് ജനറേറ്റ് ചെയ്യാം. അതായത് ഒരു ഗിവൺ റേഞ്ച് തന്നു കഴിഞ്ഞാൽ ആ റേഞ്ചിൽ പെടുന്ന റാൻഡമായിട്ടൊരു നമ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് ബിൽറ്റ്-ഇൻ ആയിട്ട് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോ സപ്പോസ് എനിക്കൊരു റാൻഡം നമ്പർ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നംപൈയുടെ റാൻഡം എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഫങ്ഷൻ എടുക്കാം. അതിൽ നമുക്ക് പരിചയപ്പെടുന്ന റാൻഡിൻറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. സോ ഈ ഫങ്ഷന് നമുക്കൊരു ലോ വാല്യൂ ഉണ്ട്, ആർഗ്യുമെൻ്റായിട്ട് ഒരു ഹൈ വാല്യൂ ഉണ്ട്. സോ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറായിരിക്കും നമുക്ക് അത് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഓരോ തവണ നമ്മൾ റൺ ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ സാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഒരു തവണ റൺ ചെയ്തു, എനിക്ക് 43 ആണ് കിട്ടിയത്. സോ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 22 കിട്ടി, 95 കിട്ടി. ഓക്കെ, സോ എല്ലാ നമ്പറും ഇവിടെ പിക്ക് ചെയ്ത് വരുന്ന ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് 0ക്കും 100നും ഇടയിലായിരിക്കും. കാരണം ഞാനിതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇനി സപ്പോസ് ഞാനിവിടെ ഒരു നമ്പർ കൂടെ കൊടുക്കുകയെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 0ക്കും 100നും ഇടയിലുള്ള 10 നമ്പേഴ്സ് എനിക്ക് റാൻഡമായിട്ട് 10 നമ്പേഴ്സ് പിക്ക് ചെയ്ത് തരിക എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം 85, 1, 28, 81 ഇങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും വന്നു. എല്ലാ നമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറിങ് ആണ് ഉള്ളത്. അതായത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഗ്രാഫിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആണ് നമുക്കുള്ളത്. സോ നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോലെ വരച്ചു കഴിഞ്ഞാൽ 0ക്കും 100ഉം ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഉള്ളത്. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ചാൻസ് ആണ്. അതായത് ടോട്ടൽ ഏരിയ 1 ആവണം എന്നുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/100 അഥവാ 0.01 ആയിരിക്കും ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ 0ക്കും 1നും 2നും അപ് ടു 100 എല്ലാ നമ്പേഴ്സിനും എക്സാക്ട്ലി സെയിം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 100 കൊടുത്തെങ്കിലും 100 ഒഴികെ 99 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഇത് എടുക്കുന്നത്. നമുക്ക് 100 എന്ന് പറയുന്ന വാല്യൂ വരാനുള്ള ചാൻസ് ഇല്ല. കാരണം സ്റ്റാർട്ടിങ് വിത്ത് 0 to 100 ആണ് ഇതിൻ്റെ റേഞ്ച് പോകുന്നത്. സോ ഇത് ഒരു ഫംഗ്ഷനാണ്, റാൻഡം ഇൻറ്റിജർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് എനിക്കൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് എക്സിൻ്റെ അകത്ത് എനിക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ്, അപ്പോൾ ജസ്റ്റ് നമ്പേഴ്സിന് പകരം ഞാൻ വാല്യൂസ് സ്ട്രിങ്സ് കൊടുക്കുവാണ്. സോ ഇങ്ങനൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് റാൻഡമായിട്ടൊരു ഏതെങ്കിലും ഒരു വാല്യൂ പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഞാനൊരു വേരിയബിൾ ചോയ്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. np.random.choice എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഏത് വേരിയബിളാണോ സാമ്പിൾ ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എത്ര എണ്ണം എന്നുള്ള ചോയ്സ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. സോ ആദ്യത്തെ തവണ എനിക്ക് ആപ്പിളാണ് കിട്ടിയത്, ദെൻ ഗ്രേപ്പാണ്, ദെൻ വീണ്ടും ഗ്രേപ്പ് തന്നെ കിട്ടി. സോ അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, നമ്മൾ റാൻഡമായിട്ട് ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും പിക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറിങ് ആണ് ഉള്ളത്.
സോ ഇവിടെ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് വേണം അല്ലെങ്കിൽ കൂടുതൽ വാല്യൂസ് സാമ്പിൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൈസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്, അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ എനിക്ക് ഔട്ട് ഓഫ് 3-4 സാമ്പിൾസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ആദ്യത്തെ കേസിൽ 4 എണ്ണം എടുത്തു, അതിൽ ആപ്പിൾ 2 തവണയും ബാക്കി 2 ഓരോ തവണയും വീതമാണ് വന്നിട്ടുള്ളത്. സോ റാൻഡം ഡോട്ട് ചോയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീക്വൻഷ്യൽ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്കിതുപോലെ തന്നെ റാൻഡമായിട്ട് പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ റാൻഡ് ഇൻറ്റും റാൻഡം ഡോട്ട് ചോയ്സും നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് റാൻഡ് ഇൻറ്റ് കണ്ടു, റാൻഡം ഡോട്ട് ചോയ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേറൊരു സാമ്പിളിംഗ് രീതി മാറുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. സോ np ഡോട്ട് റാൻഡം മോഡ്യൂളിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. റാൻഡം ഡോട്ട് ഇവിടെ അതിൻ്റെ ലിസ്റ്റ് ഓഫ് പോസിബിൾ ഫങ്ഷൻസ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. സോ റാൻഡം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്. സോ ഇതെന്താണെന്ന് നോക്കാം. സോ സിംപ്ലി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റാൻഡം വാല്യൂ ആയിരിക്കും വരുന്നത്. ബിറ്റ്വീൻ 0ക്കും 1നും ഇടയിലുള്ള ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ നമുക്കിതിലൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം, അതായത് എത്ര എണ്ണം വേണം എന്നുള്ളത്. ഇപ്പം ഞാൻ 4 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതുപോലത്തെ 4 ഫ്രാക്ഷണൽ വാല്യൂസ് വരുന്നതായിരിക്കും. അതാണ് റാൻഡം ഡോട്ട് റാൻഡം, അതായത് മോഡ്യൂളിൻ്റെ പേരും ഫംഗ്ഷൻ്റെ പേരും സെയിം തന്നെയാണ്. ബാക്കി എല്ലാത്തിൻ്റെയും മോഡ്യൂളിൻ്റെ പേര് റാൻഡം എന്ന് പറഞ്ഞാണ്. ലൈബ്രറി എന്ന് പറയുന്നത് numpy ആണ്. സോ ഹിയർ നമ്മുടെ ലൈബ്രറി ഈസ് numpy, മോഡ്യൂൾ റാൻഡം. ഇതെല്ലാം നമ്മുടെ ഫങ്ഷൻസ് ആണ്, അതിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മോഡ്യൂൾ ഡോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഫംഗ്ഷൻ്റെ പേര് ചോയ്സ് എന്നാണ് ഈ ഒരു കേസിൽ. സോ റാൻഡം ഡോട്ട് ചോയ്സ്, റാൻഡം ഡോട്ട് റാൻഡിൻറ്റ്, റാൻഡം ഡോട്ട് റാൻഡം. ഓക്കെ, ഈ ഒരു കേസിലും നമുക്ക് ആക്ച്വലി ഈക്വൽ ചാൻസ് ഓഫ്, അതായത് 0ക്കും 1നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രാക്ഷണൽ വാല്യൂ കിട്ടാനായിട്ട് ഈക്വൽ ചാൻസ് ആണുള്ളത്. ഇനി നമുക്കിതിൽ റാൻഡൻ എന്ന് പറഞ്ഞൊരു വാല്യൂ ഒരു ഫംഗ്ഷനുണ്ട്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ 0ക്കും ഇത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ്, 0ക്കും 1നും ഇടയിലല്ല, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് ഇത് സാമ്പിൾ ചെയ്തത്. അതായത് നമ്മുടെ ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക 0 സെൻറ്റേർഡും ആൻഡ് യൂണിറ്റ് വേരിയൻസ് അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് പ്രോബബിലിറ്റി. സോ ഇൻ ബിറ്റ്വീൻ 0ക്ക് ഇടയിലുള്ള വാല്യൂസ് സാമ്പിൾ ചെയ്ത് കിട്ടാനായിരിക്കും കൂടുതൽ ചാൻസ്. എക്സ്ട്രീം പോസിറ്റീവ് സൈഡിലോട്ടും എക്സ്ട്രീം നെഗറ്റീവ് സൈഡിലോട്ടും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതിൽ നിന്നായിരിക്കും ഈ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇതിനൊരു അപ്പർ ലിമിറ്റോ ഒരു ലോവർ ലിമിറ്റോ ഇല്ല, കാരണം മൈനസ് സൈഡിലോട്ടും പ്ലസ് സൈഡിലോട്ടും എത്ര വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 1-2 മാഗ്നിറ്റ്യൂഡ്, ഒരു 1 or 2 or 3 അതിൻ്റെ മേലോട്ടൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. നമുക്ക് കിട്ടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി വളരെ റെയറാണ്. കൂടുതലും ഈ 0 സെൻറ്റേർഡ് അല്ലെങ്കിൽ 1നും +1നും -1നും ഇടയിലൊക്കെ ആയിരിക്കും കൂടുതൽ തവണയും നമുക്ക് വരുന്നത്. സോ ഇവിടെയും നമ്മൾ സാമ്പിൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അഗെയിൻ ഫ്രാക്ഷണൽ നമ്പേഴ്സാണ്. ഇവിടെയും നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ സാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു 4 സാമ്പിൾസ് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ ഈ ഫംഗ്ഷൻ നമുക്ക് റാൻഡ് n എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അതായത് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. സോ ഇനി വേറെ ഏതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടോ എന്ന് നോക്കാം. സോ ഒരുപാട് ഉണ്ട് ആക്ച്വലി. സോ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ എടുക്കാനുള്ള ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ ഒരു ടൈപ്പ് ഓഫ് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, റാൻഡിൻറ്റ്
ഓക്കെ ഓക്കെ സോ ഒരുപാട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയൊരു ഫംഗ്ഷനുണ്ട്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ റാൻഡം ഫംഗ്ഷൻ കണ്ട പോലെ തന്നെയാണ്. പക്ഷേ റാൻഡം ഫംഗ്ഷൻ നമുക്ക് ഇറ്റ് വാസ് ബിറ്റ്വീൻ 0 and 1. പക്ഷേ ഇവിടെ നമുക്ക് ഇൻറ്റിജേഴ്സ് അല്ല, ഫ്രാക്ഷണൽ വാല്യൂസ് വരെ വരാം. ഇപ്പോൾ ഞാൻ 2നും 3നും ഇടയിലുള്ള ഒരു വാല്യൂ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉൾപ്പെടെയുള്ള ഏത് റേഞ്ചിൽ വരുന്നതും എടുക്കാം. ബട്ട് ഇത് ഇവിടെ നോക്കി അറിയാം നമുക്ക് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അപ്പർ വാല്യൂയും ലോവർ വാല്യൂയും എത്രയാണോ അതിനനുസരിച്ചിരിക്കും. ഞാനിവിടെ 2ഉം 3യും കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും ഫ്രം ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറിങ് പ്രോബബിലിറ്റി വൈസ് ഇത് വരുന്നത്. സോ ഇനി ഇതിൻ്റെ ആർഗ്യുമെൻറ്റും വൺ മോർ ആർഗ്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം വരുന്നത് ലോവർ ലിമിറ്റും രണ്ടാമത് വരുന്ന അപ്പർ ലിമിറ്റും മൂന്നാമത് നമുക്ക് എത്ര സാമ്പിൾ വേണം എന്നുള്ളതുമാണ്. ഓക്കെ, ഇവിടെ നോക്കി അറിയാം എല്ലാ വാല്യൂസും 2നും 3നും ഇടയിലാണ്, പക്ഷേ ഫ്രാക്ഷണൽ വാല്യൂസാണ് വരുന്നത്. സോ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ഫങ്ഷൻസ് നമുക്ക് നംപൈയിലുണ്ട്, റാൻഡം മൊഡ്യൂളിലുണ്ട്. സോ അതിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ കാണിച്ചത്. സോ ഫർദർ എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള റാൻഡം നമ്പർ ജനറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫങ്ഷണൽ യൂസേജ് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ഇതൊരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് കാണുക. അങ്ങനെയുള്ള ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരു നമ്പർ ജനറേറ്റ് ചെയ്യണം. അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വേണോ അതോ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു യൂസേജ് നമുക്ക് വരുന്നത്. സോ ജസ്റ്റ് പ്രാക്ടീസ്, ഇങ്ങനത്തെ എക്സാമ്പിൾസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏത് എവിടെ യൂസ് വരുന്നു എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ.